കാലിക്കറ്റ് സർവകലാശാല CH മുഹമ്മദ് കോയ ചെയർ മെയ് 7 സംഘടിപ്പിച്ച ബാലകൃഷ്ണൻ വള്ളിക്കുന്ന് അനുസ്മരണ പരിപാടിയിൽ സംഗ്രഹ ഭാഷണം നടത്തുകയാണ് ഡോക്ടർ ഉമർ തർമേൽ. ബാലകൃഷ്ണൻ വള്ളിക്കുന്നിൻ്റെ എഴുത്തും ജീവിതവും ആസ്പദമാക്കിയുള്ള പ്രമുഖ എഴുത്തുകാരുടെ കുറിപ്പുകൾ എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയ ബദറുൽ മുനീറിൻ്റെ നോട്ടങ്ങൾ എന്ന പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സത്യം പറയുകയാണെങ്കിൽ ഈ പുസ്തകം വരേണ്ടത് ഏതാണ്ട് 3 വർഷം മുമ്പാണ് എന്ന് വിശ്വസിക്കുന്നത്. അദ്ദേഹം മരിച്ചിട്ട് ഏതാണ്ട് 4 വർഷം ആകും. 2020ലാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പം അന്ന് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഉൽപ്പതിഷ്ണുവായിട്ടുള്ള ഒരു ക്രിറ്റിക് മലയാളത്തിൽ ജീവിച്ചു പോയിട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് ബാക്കി എന്തെങ്കിലും പറയാൻ ഇവിടെ ഒരു സമൂഹമില്ലാതെ പോയല്ലോ എന്നുള്ള ഒരു വിഷമമുണ്ട്. മാത്രമല്ല, മാഷോടൊത്ത് ഇടപഴകിയതിൻ്റെ ഒരു ചരിത്രം അത് ദീർഘമാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ നേരത്തെ നമ്പൂരി മാഷോട് പറയുകയുണ്ടായി. ആദ്യമായിട്ട് ഞാൻ ബാലകൃഷ്ണൻ വള്ളിക്കുന്ന് മാഷ് കാണുന്നത് 1984 മറ്റോ ഞങ്ങളുടെ നാട്ടിലെ ഗ്രാമീണ ലൈബ്രറിക്ക് ഗ്രന്ഥശാലയുടെ അംഗീകാരം നേടിയെടുക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് ഗ്രന്ഥശാല സംഘത്തിൻ്റെ കൺവീനറായിരുന്ന രമേശ്വരൻ മാഷോടൊപ്പം അന്ന് അതിൽ മെമ്പറായിരുന്ന ബാലകൃഷ്ണൻ വള്ളിക്കുന്ന് മാഷ് കയറി വന്നതാണ്. ലൈബ്രറിയിലേക്ക് കയറി വന്നത് ഒരു കുടിസുമുറിയാണ് അന്ന് ലൈബ്രറി. ഇപ്പോഴത്തെ പോലെ ഒരു ബിൽഡിംഗ് ഒന്നുമില്ല. സത്യത്തിൽ ആദ്യ നോട്ടത്തിൽ തന്നെ മാഷോട് അനുരാഗിയായി മാറിയ ഒരാളാണ്, അങ്ങനെ തന്നെ പറയണം. കാരണം പരമേശ്വരൻ മാഷിന്റെ നീണ്ട രൂപവും കാര്യങ്ങളൊക്കെ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പല ചിത്രങ്ങളിലൂടെയും മറ്റൊക്കെ തെളിഞ്ഞു നിൽക്കുന്നതാണെങ്കിലും ബാലകൃഷ്ണൻ വള്ളിക്കുന്ന് എന്ന് പറയുന്നത്, ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കറുത്ത മനുഷ്യൻ, ചെരുപ്പിടാത്ത മനുഷ്യൻ, ഒരു മുണ്ടും ഒരു കുപ്പായം ഇട്ട് ഒരു കുപ്പായം ഇട്ട് മറ്റൊന്നും കൂസാതെ വളരെ സൗമ്യനും സ്വതന്ത്രനുമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ ചിത്രം വന്ന് മനസ്സിൽ കടന്നിരുന്നു. പക്ഷെ ഒരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് തോന്നി ബാലകൃഷ്ണൻ വള്ളിക്കുന്ന് എന്നുള്ള മനുഷ്യനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിടണം. 2009 UGCയുടെ മേജർ ഫെലോഷിപ്പ് അർഹനായപ്പോൾ ഞാൻ ആദ്യമായി തീരുമാനിച്ചൊരു കാര്യം, അതിൻ്റെ തീം തന്നെ അറബി മലയാളവുമായി ബന്ധപ്പെട്ട തീമായി. അറബി മലയാളവുമായി ബന്ധപ്പെട്ട് ഉള്ള ആർട്ടിസ്റ്റുകൾ, കലാകാരന്മാർ, ബാലകൃഷ്ണൻ മാഷ് പോലുള്ള അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന ക്രിറ്റിക്കുകൾ, അതിൻ്റെ ഒരു പെർഫോമൻസ് തലത്തിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ, ഇവരൊക്കെ കണ്ടുകൊണ്ട് വലിയൊരു സംഭവം, ഒരു തീസിസ് എന്നുള്ളതിനേക്കുള്ള പ്രോജക്റ്റ് തീർക്കണം. ആ പ്രോജക്റ്റ് വെറും എഴുത്തിലല്ല, വിഷ്വലായിട്ട് തീർക്കണം എന്ന് വിചാരിച്ചു. അന്ന് എനിക്ക് എൻ്റെ ഒരു സഹചാരിയായിട്ട്, ഫെല്ലോ ആയിട്ട്, അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട് ഒരു ഫെല്ലോ ഉണ്ടാവും, ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള ഒരാളെ സർവകലാശാല നിയോഗിച്ചത് ഇന്ന് ഫാറൂഖ് കോളേജിൽ അധ്യാപകനായിട്ടുള്ള TA മൻസൂർ അലി. അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന്, അതായത് ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങളുടെ കൂടെ, വെറും ഞങ്ങൾ 2 പേരും പോവുകയല്ല. റസാഖ് കോട്ടക്കലുണ്ടായിരുന്നു, ശ്രീമിത്തിനെ പോലുള്ള ഇവിടെ തന്നെയുള്ള EMMRCയിലെ ജീവനക്കാരനും ഷോർട്ട് ഫിലിമുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയറക്ടറുമൊക്കെ ആയിട്ട് ശ്രീമിത്തിനെ പോലുള്ള ആളുകൾ. അങ്ങനെ ഒരു 5-6 വർഷം ഇങ്ങനെ കേരളം അങ്ങോളം നടക്കുകയും ഒരുപാട് ആർട്ടിസ്റ്റുകൾ, പാട്ടുകാരെ, വളരെ പേരെടുത്ത പാട്ടുകാരികൾ, നമ്മളെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആ ഒരു ചരിത്രത്തെയും അതുപോലെ സാഹിത്യത്തെയും വിശകലനം ചെയ്യുന്ന ആളുകളൊക്കെ കാണുകയും അതൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്ത ചരിത്രം. അന്ന് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് രേഖപ്പെടുത്തപ്പെട്ട ഒരാൾ ബാലകൃഷ്ണൻ വള്ളിക്കുന്നാണ്. അതിന് കാരണം ഈ ഒരു
സാഹിത്യ അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയെക്കുറിച്ച് ഒരു കാലത്ത് നിലനിന്നിരുന്ന വ്യവഹാരങ്ങൾ, ആ വ്യവഹാരങ്ങളുടെ ഒരുതരം ചർവിത ചർവണ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ സാഹിത്യ ചരിത്രങ്ങൾ നേരത്തെ നമ്മുടെ പ്രഭാഷകൻ സൂചിപ്പിച്ച പോലെ സാഹിത്യ ചരിത്രങ്ങൾ അടയാളപ്പെടുത്തിയ പോലെ തന്നെ അങ്ങനെ അടയാളപ്പെടുത്തിയ മട്ടിൽ ഏതൊരു മതവിഭാഗത്തിൻ്റെ സാഹിത്യ ചരിത്രം, ഏതൊരു കമ്മ്യൂണിറ്റിയുടെ സാഹിത്യം, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ നിസ്വരായിട്ടുള്ള ഒരു വർഗത്തിൻ്റെ സാഹിത്യം, ഒരു കാരണവശാലും മുഖ്യധാരയിൽ കടന്നു വരാൻ പറ്റാതെയുള്ള ഭാഷ ഉപയോഗിക്കുന്ന സാഹിത്യം, മ്ലേച്ഛരുടെ സാഹിത്യം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു അവലംബമായി. അത്തരം അവലംബങ്ങളാണ് യഥാർത്ഥത്തിൽ, അത്തരം അവലംബങ്ങളെ അന്യ മതത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ സാഹിത്യ മണ്ഡലത്തെ സമഗ്രമായി പഠിച്ച് അതിനകത്തേക്ക് പുതിയൊരു വ്യവസ്ഥയുമായിട്ട്, ഒരു ക്രിട്ടിക്കൻ്റെ വ്യവസ്ഥയുമായിട്ട് കടന്നു വരികയായിരുന്നു ബാലകൃഷ്ണൻ വള്ളിക്കുന്ന്. ഇപ്പോൾ ശ്രീകുമാർ ഷഡൽ പൊള്ളോക്കിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേ സത്യം പറയുകയാണെങ്കിൽ ആ ഒരു എങ്ങനെയാണ് രണ്ട് ചരിത്രധാരകൾ പൊള്ളോക്ക് പറഞ്ഞു വെച്ച, അതുപോലെ ഇന്ത്യയുടെ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു വ്യവഹാരമുണ്ടല്ലോ, ശേഷം ഇന്ന് ഇന്ത്യയിൽ ആകമാനം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു തരത്തിലുള്ള മാർജിനലൈസേഷൻ്റെ ചരിത്രവും തമ്മിൽ അതിൽ പലതരത്തിലുള്ള മലയാളങ്ങൾ, അറബി മലയാളം അടക്കമുള്ള പലതരത്തിലുള്ള മലയാളങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിരന്തര വ്യവഹാരങ്ങൾ, അവയൊക്കെ എങ്ങനെയാണ് മാർജിനൈസ് ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു ഇണക്ക് കണ്ണി ശ്രീകുമാർ അവതരിപ്പിക്കട്ടെ. അതിൽ ഇന്നത്തെ ഈ ഒരു പരിപാടിയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇനം ഈ പറഞ്ഞ പൊളിറ്റിക്സ് തന്നെയാണ്. ഈ പൊളിറ്റിക്സ് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രീകുമാർ ഇവിടെ എത്തിയത്, ശ്രീകുമാർ വിഷയം തിരഞ്ഞെടുത്തതും വളരെ ഉചിതമായി തോന്നി. എനിക്ക് തോന്നുന്നത്, ഞാൻ ആദ്യം എനിക്കൊരു ഭയമുണ്ട്, പൊള്ളോക്കിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ, രീതിശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ സത്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് സ്റ്റുഡൻസും ചരിത്ര വിദ്യാർത്ഥികളും അതുപോലെ ഈ സാഹിത്യ പഠിതാക്കളും ഒന്നും അല്ലാതെ കുറേ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചത് എങ്ങനെ യേശു എന്നൊരു സംശയമുണ്ട്. പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇവ തമ്മിലുള്ളൊരു കാലത്തിന് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയത് എന്നുള്ളത് ശ്രീകുമാർ പറഞ്ഞ് ഫലിപ്പിച്ചത്. അത് ശ്രമിച്ചവർക്ക് ഒരു കാരണവശാലും ഇനി അങ്ങോട്ടുള്ള തങ്ങളുടെ ഈ നോളജ് സിസ്റ്റത്തിനകത്ത് ഇതിനെ പങ്കെടുപ്പിച്ചുകൊണ്ടല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ബാലകൃഷ്ണ മാഷിലേക്ക് തിരിച്ചു വന്നാൽ അദ്ദേഹവുമായിട്ടുള്ള ഒരുപാട് കാലത്തെ ബന്ധം, അദ്ദേഹത്തിൻ്റെ വീട് എനിക്ക് എൻ്റെ വീട് പോലെ കുറേ കാലം. എൻ്റെ വീട്ടിൽ അദ്ദേഹം എപ്പോഴും വരുമായി. ചെരുപ്പിടാത്ത മാഷ് വരുന്നുണ്ട് എന്നാണ് കുട്ടികൾ വിളിച്ച് പറയുക. ചെരുപ്പിടാത്ത മാഷ് വരുന്നുണ്ട്. കുട്ടികളുടെ ആനന്ദമാണ്. കാരണം മാഷ് കാണുമ്പോൾ തന്നെ ഒരു നല്ല രസികൻ മട്ടാണ്. കുട്ടികളോട് ഭയങ്കര രസകരമായിട്ട് പെരുമാറും. മാങ്ങ, അവിടെയുള്ള നാടൻ മാവിൽ നിറയെ മാങ്ങകൾ നിൽക്കുന്ന സമയത്തായിരിക്കും മാഷ് പലപ്പോഴും കടന്നു വരിക. അത് മാങ്ങ കുറേ പെറുക്കിക്കൊണ്ട് വന്നിട്ട് കുട്ടികൾക്ക്, എൻ്റെ ജ്യേഷ്ഠൻ്റെയും മറ്റും പെങ്ങളൊക്കെ കുട്ടികളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ തന്നെ മാഷ് കൊടുക്കും. അങ്ങനെ ദീർഘനേരം അവിടെ ഇരുന്ന് ഒക്കെ ചെയ്യുന്ന ഒരു ചരിത്രത്തിനകത്ത് നിന്നാണ് സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനൊരു പുസ്തകത്തിൻ്റെ മറ്റൊരു ജന്മം. അതിനു മുമ്പ് 2006 ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അധ്യാപകനായിരിക്കും. എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, മലയാള സാഹിത്യത്തിൽ മാപ്പിള സാഹിത്യവും അല്ലെങ്കിൽ അറബി മലയാള സാഹിത്യം പഠിക്കാനുണ്ട്. കുറെ കാലമായിട്ടുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മാഷ് പഠിക്കുന്ന കാലത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഈ ബദറുൽ മുനീർ ഉസ്മാൻ ജമാൽ എന്നുള്ള അതേക്കുറിച്ചുള്ള ഇവിടെ നടത്തിയ മാഷുമായി ബന്ധപ്പെട്ട് നടത്തിയ ബാവയുടെയും മറ്റൊക്കെ ആഖ്യാനം നമുക്ക് മനസ്സിലാക്കി. കൃത്യമായിട്ട് അന്ന് തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഇനം അറബി മലയാള സാഹിത്യമായിരുന്നു. അതിൽപ്പെട്ട എന്തെങ്കിലും പാട്ടുകളോ മറ്റു കുട്ടികൾ പഠിക്കുക, അതിൻ്റെ ചരിത്രം അറിയുക. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം ഡിഗ്രിക്ക് ഈ ബദറുൽ മുനീർ ഉസ്മാൻ ജമാലിൻ്റെ ഒരു ഭാഗം പഠിക്കേണ്ടത്. അപ്പം അങ്ങനെ എനിക്ക് തോന്നിയ കാര്യം വെച്ചാൽ ഇങ്ങനെ പഠിക്കുന്ന, പ്രത്യേകിച്ച് മാപ്പിള സാഹിത്യത്തെ കുറിച്ച് പലരും എഴുതിയിട്ടുണ്ട്, പലരും അതിനെക്കുറിച്ച് ടിപ്പണികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതിന് ശാസ്ത്രീയമായിട്ടൊരു വർഗീകരണം ഇല്ല.
പ്രത്യേകിച്ചൊരു പാഠപുസ്തകത്തിലേക്കൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കലാലയങ്ങളുടെ ഒരു സിലബസിലേക്ക് ഇതൊക്കെ വരുമ്പോൾ ഇതിനൊരു വ്യവസ്ഥ വേണം എന്ന് തോന്നിയ അടിസ്ഥാനത്തിൽ ഞാൻ മാഷോട് ചർച്ച ചെയ്തു. മാഷിന് വളരെ ബോധിച്ചു. വളരെ സ്വന്തം മാഷ തന്നെ അതിന് തെരഞ്ഞെടുക്കണം നിർബന്ധ ബുദ്ധി എനിക്കുണ്ടായിരുന്നു. കാരണം മാഷയുടെ ഒരുതരം ഉൽപ്പതിഷ്ഠത്വം എന്ന് പറഞ്ഞാൽ മാഷ പലതരത്തിലുള്ള റബലാണ്. മാഷിൽ ഉള്ള അകത്ത് മുഴുവൻ റബലാണ്. അത് അയാളുടെ പാരമ്പര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ പല കഥകളും പറഞ്ഞിട്ടുണ്ട്. ആ കഥകളിൽ നിന്നൊക്കെ നീചജാതികളോ അല്ലെങ്കിൽ അവർണജാതികളായിട്ടുള്ള ആളുകളോട് ആ കാലഘട്ടത്തിലെ സവർണരായിട്ടുള്ള ജാതികൾ പെരുമാറിയിരുന്ന സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് സത്യത്തിൽ അദ്ദേഹം ഈ സാഹിത്യത്തിൻ്റെ തീ കടഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് അത് വെറും സാഹിത്യ സമീപനങ്ങളാവാതെ, യാന്ത്രികമായുള്ള സാഹിത്യ സമീപനങ്ങളാവാതെ അവയ്ക്ക് വളരെ ജീവിതത്തിൽ തന്നെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിലേക്കൊക്കെയുള്ള നോട്ടമായി മാറുന്നത്. ചരിത്രവും അതുപോലെ തന്നെ മറ്റുള്ള ശാഖകളും ഒക്കെ സാഹിത്യ നിരൂപണത്തിൽ നിന്ന് ഒഴിവാക്കുകയല്ല വേണ്ടത്. സാമൂഹ്യ ചരിത്രം തീർച്ചയായിട്ടും ഇതിനകത്തേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് എന്നുള്ള ഒരു സോഷ്യലിസ്റ്റിക് ബോധ്യം വളരെ മുമ്പ് മാഷക്കുണ്ട്. മാഷ് നല്ലൊരു അധ്യാപകനായിരുന്നു, ഒരു കർഷകനായിരുന്നു. അതോടൊപ്പം മാഷ് നല്ല കമ്മ്യൂണിസ്റ്റായിരുന്നു, ശുദ്ധനായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോട് മാഷയ്ക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് താൻ എഴുതി തുടങ്ങുന്നത്. അങ്ങനെയൊക്കെയുള്ള വലിയൊരു ചരിത്രം നമ്മൾ അറിയുന്നത് പിന്നെ അദ്ദേഹത്തെ കൂടുതൽ ബന്ധപ്പെടുമ്പോഴാണ്. അപ്പം എല്ലായിടത്തും റബൽ എന്ന് പറയുന്ന ഈ വിപ്ലവകാരി എന്ന് പറയുന്ന ഒരു സ്ഫുരണം മാഷിന്റെ ആത്മാവിൽ തന്നെ തൊട്ടിട്ടുണ്ട്. അവിടുന്നാണ് മാഷി നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിൽ നെഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണമെന്നും സ്വീകരിക്കേണ്ടത് ഇതുവരെ പറഞ്ഞു ഫലിപ്പിക്കപ്പെട്ട കാര്യങ്ങളല്ല എന്നും തൻ്റെ ഈ വായനയിലൂടെ ഈ പുസ്തകം ഏതാണ്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ ഏറ്റവും ബാധിച്ച പ്രശ്നം എന്താ, ഇതിനെന്താണ് പേരിടുക എന്നുള്ളത്. എന്താണ് ഈ പുസ്തകത്തിന് പേരിടുക? അപ്പോൾ ബാലേന്ദ്രൻ വള്ളിക്കുന്നിനെ കുറിച്ചുള്ള സ്മരണാ പുസ്തകം എന്നും ഒരു സ്മരണാ പുസ്തകം തന്നെയല്ല സത്യം പറയാൻ. പലപ്പോഴും അതിനെക്കുറിച്ച് ഇവിടെ പലരും പറയുന്നത് ഒരു ഓർമ്മക്കുറിപ്പുകളാണ്. ഓർമ്മക്കുറിപ്പുകളുടെ മെമ്മറീസ് എന്ന് പറയുന്ന ആ ഒരു സാഹിത്യ ശാഖയ്ക്ക് ഈ പറഞ്ഞ ലിറ്റററി ക്രിറ്റിസിസവുമായിട്ട് കൾച്ചറൽ ക്രിറ്റിസിസവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു പുസ്തകത്തെ സത്യത്തിൽ മാഷിൻ്റെ കോൺട്രിബ്യൂഷനെ പല തലത്തിൽ നോക്കി കണ്ടുകൊണ്ട് എങ്ങനെ അടയാളപ്പെടണമെന്നാണ് അതിൻ്റെ ഒരു വെല്ലുവിളി. അങ്ങനെയാണ് മനോജ് കുറൂറിനെ തിരഞ്ഞെടുക്കുന്നത്, VT മുരളിയെ തിരഞ്ഞെടുക്കുന്നത്, ഹുസൈൻ രണ്ടത്താണിയെ തിരഞ്ഞെടുക്കുന്നത്. അതിനുവേണ്ടി അങ്ങനെ പലതരത്തിൽ ആലോചിക്കുന്ന പല രീതിയിലുള്ള ഡോക്ടർ അബൂബക്കർ, അദ്ദേഹം ശരിയായ ഡോക്ടറാണ്, ഡോക്ടർ അബൂബക്കർ ആയുർവേദ കോളേജിൽ അദ്ദേഹം മില്ലറും വള്ളിക്കുന്നും എന്നുള്ള ലേഖനം എഴുതുന്നു. മനോജ് കുറൂർ മുമ്പേ വളരെ ആകർഷണനാണ് വള്ളിക്കുന്ന് മാഷയോട്. കാരണം വെച്ചാൽ അയാൾ ഇശലുകളുടെയും അല്ലെങ്കിൽ താളങ്ങളുടെയും ഒക്കെ ഒരു ജീവിതത്തിൽ അത് അനുവർത്തിക്കുകയും അതുപോലെ പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മനോജ് കുറൂർ. അപ്പോൾ കുറൂരിൻ്റെ പ്രത്യേകിച്ച് ഇത്ര വലിയ ഒരു സാഹിത്യ സമ്പടത്തിൽ നിന്നും അതിലെ വലിയ ഒരുപാട് തരത്തിലുള്ള അല്ലെങ്കിൽ പല വിധാനങ്ങളിലുള്ള വൃത്തങ്ങളെ പഠിക്കുന്ന ഒരു അസാധാരണമായിട്ടുള്ളൊരു മനുഷ്യ സത്യത്തിൽ മലയാളത്തിൽ അറബി മലയാള സാഹിത്യത്തിലോ മലയാള സാഹിത്യത്തിലോ മാരാര് പോലും തൻ്റെ വൃത്ത ശില്പത്തിൽ അറബി മലയാളത്തിലെ ചില ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ടാണ് ദ്രാവിഡ വൃത്തങ്ങൾക്ക്. അപ്പോൾ സംസ്കാരത്തിൻ്റെ അകത്തേക്കുള്ള ഒരു പ്രധാനപ്പെട്ട നോട്ടം, ഈ കാണുന്ന ബാഹ്യമായിട്ടുള്ള ഒന്നല്ല സംസ്കാരം, അകത്ത് പാടിക്കൊണ്ടിരിക്കുന്ന, അകത്തിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന, തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വർഗത്തിൻ്റെ ശരിയാൻ വണ്ണമുള്ള ജീവിത ചിത്രണം ഉണ്ട് ഓരോ പാട്ടിലും എന്ന് തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് ഏറ്റവും അടുത്ത് കാണാനായത് മറ്റ് പാട്ടുകളേക്കാൾ മാപ്പിളപ്പാട്ടുകൾ അറബി മലയാളത്തിലായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാത്തരം വകഭേദങ്ങളെ അദ്ദേഹം വിളിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഇതിന് പേരിടാൻ എന്താണ്, ഒരുപാട് പേരുകൾ ആലോചിച്ചിട്ട് അത് ഒരു 2-3 ആഴ്ച ആലോചിച്ചില്ല. പിന്നെ പെട്ടെന്ന് എനിക്ക് കത്തി ശരിക്കും ബദറുൽ മുനീറിൻ്റെ നോട്ടങ്ങൾ. ബദറുൽ മുനീറിൻ്റെ നോട്ടങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്കത് ഞാൻ കുറച്ച് പറഞ്ഞു. ബദറുൽ മുനീർ റസൂൽ ജമാലിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ മാഷ് ഏറ്റവും കൂടുതൽ എഴുതിയതും അതിന് ടിപ്പണി എഴുതുന്നതും അതിൻ്റെ വൃത്തങ്ങളെക്കുറിച്ച്. ഈ പുസ്തകത്തിൽ തന്നെ മാഷ് ഒരു ലേഖനമുണ്ട്, അവസാനത്തെ ലേഖനം മാഷ് ലേഖനമാണ്. അത് വായിക്കുമ്പോഴാണ് ഇത്രയധികം ബഹുലമായിട്ടുള്ള വൃത്തങ്ങൾ, ഇശലുകൾ ഈ ഒരു സാഹിത്യത്തിനകത്ത് അല്ലെങ്കിൽ മോയിൻകുട്ടി വൈദ്യരുടെ ബദറുൽ മുനീർ റസൂൽ ജമാലിനകത്ത് ഉണ്ട് എന്നുള്ളത്. മാത്രമല്ല
മാഷയുടെ ജീവിതം തുടങ്ങുന്നത് ഈ പ്രശ്നവൽക്കരിക്കുന്നതിന്, ഈ ചരിത്ര സംഭവമായിട്ട് പ്രശ്നവൽക്കരിക്കുന്നത് ഈ പുസ്തകമാണ്. അതിവിടെ പറയുകയുണ്ടായി. 20 പിന്നെ ഈ ഡിഗ്രി പഠിക്കുമ്പോൾ പിന്നെ ഇങ്ങനൊരു പുസ്തകത്തിൽ നിന്ന് ഒരു ഏതെങ്കിലും ഭാഗങ്ങൾ പഠിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ മാഷയ്ക്ക് വേറൊരു കണ്ണ്, ഈ തരത്തിൽ ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വലിയ സാഹിത്യശാഖയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് കടന്നു വരെ പ്രേരിപ്പിച്ചതാണ്. മാഷ് മൂളുന്ന പല പാട്ടുകളും ഞാൻ പലപ്പോഴും കേൾക്കുമ്പോഴൊക്കെ ബദറിൽ നിന്നുള്ള ഈശലുകളായി. ബദറിൽ നിന്നുള്ള ഒരുപാട് പ്രണയകഥകൾ, അല്ലെങ്കിൽ ആ പറഞ്ഞ കഥാപാത്രങ്ങളെ സ്വാമിനിശ്ചൻ മാഷ് പലപ്പോഴും കഥകൾ പറയുമായിരുന്നു. മാത്രമല്ല, എനിക്ക് തോന്നിയിരിക്കാൻ ബദറിൽ മുനിയറിനേക്കാൾ വളരെ സുന്ദരനായിരുന്നു ബാലകൃഷ്ണൻ പള്ളിക്കൽ. വളരെ സുന്ദരനായിരുന്നു. അകത്ത് നിന്ന് സൗന്ദര്യം പൊലിപ്പിച്ചെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, സൗമ്യതയുടെയും നിഷ്കളങ്കത്വത്തിൻ്റെയും ചരിത്രവൽക്കരണത്തിൻ്റെയും അതുപോലെ സാഹിത്യവൽക്കരണത്തിൻ്റെയും ഈ മറ്റേ അന്യവൽക്കരണത്തിൻ്റെയും അതുപോലെ ഈ പിന്നെ മാർജിനലൈസേഷൻ്റെയും ഒക്കെ ചരിത്രങ്ങൾ അദ്ദേഹം പഠിച്ചു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെയാണ് ഈ പുസ്തകം സാധാരണ ഡിസൈൻ ചെയ്യപ്പെടുന്നത്. അപ്പം അത് ഒരു ഓർമ്മക്കുറിപ്പല്ലാതെ തന്നെ അങ്ങനെ എഴുതി ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ അങ്ങനെ സാധനം വരുന്നത് അതിലൊരു വാല്യൂ ഉണ്ട്, വേറെ കാര്യം. പക്ഷെ എങ്കിലും അത് ഇനി വേറെ പുസ്തകമാകാം. അങ്ങനെ വേറെ പുസ്തകം ഒരുപാട് ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതാൻ താല്പര്യം ഉള്ള ആളുകളുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും അടുത്തറിയുന്ന വളരെ പ്രിയപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മാഷയായിട്ട് തന്നെ പല സ്ഥലങ്ങളിലും പോയിട്ട്, രാവണപ്രഭുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായി. ആ നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, മരിച്ചു പോകാത്ത സുഹൃത്തുക്ക് ഒരാൾ രാവണപ്രഭു ആയിരുന്നു. രാവണപ്രഭുവൊക്കെ ആയിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്നു ഒരുപാട് വീഡിയോസ്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ മനുഷ്യനെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ഫോം ചെയ്യണം. അതാണ് ഇന്നത്തെ ഫോമിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ആ ഡോക്യുമെൻ്ററിയാണ്. കാരണം വിഷ്വലൈസ് ചെയ്തുകൊണ്ടാണ് എല്ലാ ഈ പ്രോജക്റ്റ് വർക്കുകളും ഞങ്ങൾ ചെയ്തിട്ട് എല്ലാം വിഷ്വലൈസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ, ഒരു ഡോക്യുമെൻ്ററി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നു, അത് പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇതുവരെ അതിൻ്റെ ഒരു ഫൈനൽ രൂപത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഒരു ഡോക്യുമെൻ്ററി എന്നുള്ള നിലയ്ക്ക് ഒരു ഫിലിമിക്കായിട്ടുള്ള അതിനെ ഉണ്ടാക്കിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഖേദം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഏതെങ്കിലും ഈ ഖേദങ്ങളൊക്കെ കൊണ്ട് മരിച്ചു പോകുമെന്ന് തോന്നിയൊരു മുഹൂർത്തത്തിലാണ് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇനിയെങ്കിലും വൈകിക്കൂടാ ബാലകൃഷ്ണ മാഷെക്കുറിച്ച് നമുക്കൊരു പുസ്തകം മാഷ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് സത്യത്തിൽ ഈ പുസ്തകം. ഒരുപാട് കഥകൾ പറയാൻ പറ്റുന്ന സമയമല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണ് മാഷോട് ഇടപെട്ട ആളുകൾക്ക് അറിയാൻ പറ്റും, ഒരു അതിരും ഇല്ലാതെ ആളുകളെ ഇങ്ങോട്ട് സംശീകരിക്കുന്ന ഒരു രീതി. ഒരു കഞ്ഞിയും കൂട്ടാനുമാണെങ്കിൽ കഞ്ഞിയും കൂട്ടാനും, എടോ നിനക്ക് മത്സ്യമൊക്കെ ആവശ്യം ഉണ്ടാവും അല്ലേ, ഇവിടെ മത്തിയാണ്, നിനക്ക് ഊണ് കഴിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള എന്താ മാഷ് മത്തിയല്ല മത്സ്യം, നല്ല മത്സ്യമാണ് എന്ന് പറയുമ്പോൾ സരോജിനി എത്തി വളരെ അതാണ് ഈ മനുഷ്യൻ്റെ പിറകിൽ എനിക്ക് അവരും വിട്ടുപിരിഞ്ഞു പോയി. അതായത് ഈ മനുഷ്യൻ്റെ ശക്തി സത്യത്തിൽ ഈ സ്ത്രീയായിരുന്നു സരോജിനി. ഈ മക്കളൊക്കെ അദ്ദേഹത്തെ വളരെ പ്രിയപ്പെട്ടവരാണ്. പല ചർച്ചകൾ അവർ പങ്കെടുക്കുക. പക്ഷെ എങ്കിലും ഇങ്ങനെ സൈലൻ്റായിട്ട് ഈ മനുഷ്യൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാകാതെ, ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എന്താണെന്ന് പോലും തിരിയാതെ, ഈ മനുഷ്യൻ്റെ പ്രവൃത്തികൾ ഈ ഭൂമിക്ക് വേണ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട എന്തോ ഒന്നാണ് എന്ന തോന്നലിൽ നാളിയിട്ട് എപ്പോഴും അദ്ദേഹത്തെ ജീവിപ്പിച്ചുകൊണ്ടിരുന്ന അവരെ മറക്കാൻ കഴിയില്ല. ഇത്ര ലീനിയൻ്റായിട്ടുള്ള, ദയാവായ്പുള്ള, സ്നേഹമുള്ള ഒരു അമ്മയെപ്പോലെ എപ്പോഴും വളരെ എപ്പോഴെങ്കിലും സംസാരിക്കും. ആ സംസാരത്തിൽ അതൊക്കെ നാണമാണ്, ഒരു നാണമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സെറ്റപ്പിൽ നിന്ന് ഈ ഒരു മനുഷ്യൻ വന്ന് തനിക്ക് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ തനിക്ക് പറയാനുള്ളത് പറയേണ്ട പോലെ പറയുക എന്നുള്ളതാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്നത്. അത് നീട്ടിവെക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പല അക്കാദമികളിൽ നിന്ന് തന്നെ പലപ്പോഴും പോരേണ്ടി വന്നത്, റിസർച്ച് മതിയാക്കേണ്ടി വന്നത്, തനിക്ക് റിസർച്ച് മതിയാക്കേണ്ടി വന്നത്. അതുപോലെ
പല നമുക്കറിയാം അക്കാദമികൾ ഇങ്ങനെ ഒരു നിരൂപകന്റെ കൃതികൾ ഇറക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന് കാരണം നേരത്തെ അതിൻ്റെ എല്ലാ കാര്യകാരണ ബന്ധങ്ങളും ഷെൽഡോക്ക് പൊള്ളോക്കിനെ കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞ അതിൻ്റെ അന്തർഭവിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അവിടെ അക്കാദമികളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇപ്പം അടയാളപ്പെടുത്തേണ്ട ഇത്തരം മനുഷ്യരെ മറന്നു പോകുന്നതിൻ്റെ ബോധപൂർവമായിട്ടുള്ളൊരു പ്രത്യയശാസ്ത്രമുണ്ട്. ആ പ്രത്യയശാസ്ത്രം എന്തു തന്നെ ആയാലും വേണ്ടില്ല, ഞാൻ ചെരുപ്പിടാതെ തന്നെ നടക്കും എന്ന് ബോധ്യത്തോടു കൂടി ചെരുപ്പിടാതെ ജീവിതം മുഴുവൻ നടന്ന് തീർത്ത, പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്ത. ഞങ്ങൾ അതിനുശേഷം വീണ്ടും ചില പ്രോജക്റ്റുകളൊക്കെ ആലോചിച്ചിരുന്നു, പക്ഷെ പിന്നെ സമയമൊന്നും കിട്ടില്ല, അതൊക്കെ പോയി. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഇതിൻ്റെ വിഷയങ്ങൾ സ്ത്രീ സാഹിത്യത്തെക്കുറിച്ച് പറയുകയുണ്ട്. ആരും അതേറെ വിഷയം സ്ത്രീകൾ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കുറേ സൗന്ദര്യവതികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ വന്ന് പോകുന്നു എന്നല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ സ്വർഗസ്ത്രീകൾ വേറെ ഒരുപാടുണ്ട് അറബി മലയാള സാഹിത്യം. പക്ഷെ സ്ത്രീ എന്ന് പറയുന്നതിൻ്റെ കണ്ടന്റ് എന്താണ്? സ്ത്രീ എന്ന് പറയുന്നത് ജനാധിപത്യപരമായ സ്വഭാവം എന്താണ്? അപ്പോൾ മോയിൻകുട്ടി വേദയുടെ ബദറിനെ പിന്നെ ഈ ബദറുൽ കുറിച്ച് പറയുമ്പോൾ തന്നെ അതേപോലെ ആ ഒരു കൃതിക്ക് പ്രാപ്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രേരണയായിട്ടുള്ള ഒരു ചരിത്രത്തിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. ബിയാവുണ്ണി ഉമ്മ മമ്പുറം തങ്ങൾക്കെതിരെ ഈ പിന്നെ തന്നെ വിവാഹമോചനം നേടിയതിനെതിരെ കോടതിയിൽ പോകുന്ന ഒരു ചരിത്രമാണ്. ആ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് സത്യം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് മോയിൻകുട്ടി വൈദ്യരുടെ കൃതികൾ ഒരു ചരിത്രത്തിൽ ഒരു കാലത്തെ സോഷ്യോളജിയെ, മനുഷ്യ ചിത്രത്തെ അല്ലെങ്കിൽ മനുഷ്യരുടെ പ്രശ്നങ്ങൾ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് മുഹിയുദ്ദീൻ മാലയുടെ 400-ാം വർഷം കൊണ്ടാടിയപ്പോൾ അതിൽ ഡോക്ടർ സ്കറിയ സക്കറിയ ആയിരുന്നു എൻ്റെ അധ്യക്ഷനായിട്ട്. സ്കറിയ സക്കറിയ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യയിലെ സങ്കീർത്തന സാഹിത്യത്തിനകത്ത് ഏറ്റവും പ്രധാനമേറിയ ഒരു സാഹിത്യമാണ് മുഹിയുദ്ദീൻ മാലയാണ്. പക്ഷേ അത് വലിയ ഒരു എക്സ്പോഷറോട് കൂടി നമ്മുടെ മീഡിയ ഒക്കെ സ്വീകരിക്കുന്നതിന് എത്രയോ മുമ്പ് ബാലകൃഷ്ണൻ വള്ളിക്കുന്ന് ഇത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോദാഹരണം കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് ഇട്ടാവട്ടത്തിലുള്ള ഒരു പൊട്ടങ്കണലുള്ള സാഹിത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടുത്തെ മുസ്ലിയാക്കന്മാരോടും അതിനോടനുബന്ധമായിട്ട് നിൽക്കുന്ന ആളുകളോടും അതുപോലെ അതിനെ നേർച്ചയാക്കി മാറ്റുന്നവരോടും അതുപോലെ തന്നെ അതൊരു യുക്തിവാദത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ കണ്ടുകൊണ്ട് അതിനെ പുറത്തു നിർത്തുന്നവരോടും ജാതിയുടെ പിൻബലത്തിന് പുറത്തു നിൽക്കുന്നവരോടൊക്കെ മാഷയ്ക്ക് പറയേണ്ടായിരുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒറ്റപ്പെട്ട സാഹിത്യമല്ല, ഇത് ഒരു മലയാളത്തിൻ്റെ മാത്രം സാഹിത്യമല്ല. ഈ ലീലാകലത്തിൻ്റെ കാര്യം നമ്മുടെ നേരത്തെ വളരെ വിശദമായിട്ട് പറയേണ്ടായി. ലീലാകലത്തെ അദ്ദേഹം പഠിക്കുന്നത് തമിഴ് വൈയാകരണന്മാരെ വെച്ചുകൊണ്ടാണ്. തമിഴ് വൈയാകരണന്മാരുടെ വ്യാകരണം പഠിച്ചുകൊണ്ടാണ് ലീലാലകം എന്നുള്ള ആ പുസ്തകത്തിൽ ലീലാലകാർ ഉന്നയിക്കുന്ന പല വാദങ്ങളെയും അദ്ദേഹം പൊളിച്ചു കളയുന്നത്. അത്ര സമർത്ഥമായൊരു ബന്ധം തമിഴ് വൈയാകരണ കൃതികളുമായിട്ട് മാഷയ്ക്കുണ്ടായി. സൂഫി കൃതികളുമായിട്ട് മാഷൊരു ബന്ധമാണ്. സീറൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിൽ പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു പോയ ഈ കടൽ ചരിത്രത്തിൻ്റെ കടലുകളിലൂടെ വന്ന ഈ ഒരു ചരിത്രത്തിൻ്റെ ഭാഗതയെഴുത്തിനകത്ത് എങ്ങനെയാണ് മാപ്പിള സാഹിത്യം എന്ന് പറയുന്ന ഈ ചെറിയ സാഹിത്യം വലിയ ആകാരത്തോടു കൂടി നിൽക്കുന്നതെന്ന് പറഞ്ഞ് ആദ്യം പറയുന്നത് മറ്റാരുമല്ല ഇദ്ദേഹമാണ്. കാരണം അറബി തമിഴ്, അറബി കന്നഡ, അറബി സിന്ധി, അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് ഹിബ്രു മലയാളം എന്നൊക്കെ പറയും പോലെ തന്നെ ആ തരത്തിലുള്ള ഒരുപാട് ഭാഷകളിൽ ഈ സമാന്തരമായുള്ള സാഹിത്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തെന്നിന്ത്യയുടെ ഈ തീരപ്രദേശങ്ങളിൽ മുഴുവൻ ഈ സാഹിത്യം ഇങ്ങനെ പലതരത്തിൽ പല ഭാഷകളിലായിട്ട് നിൽക്കുന്ന സാഹിത്യം ഉണ്ട്. ആ സാഹിത്യത്തിനകത്തുള്ള വളരെ പ്രോമിനൻ്റായിട്ടുള്ള ലിറ്ററേച്ചറാണ് ഈ പറഞ്ഞ അറബി മലയാളം. അത് വെറും മാപ്പിള സാഹിത്യം എന്നുള്ളത് ചെയ്യാൻ പറ്റില്ല. സബൾട്ടേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കീഴാള ജനവിഭാഗത്തിൻ്റെ ചരിത്രവുമായിട്ട് എങ്ങനെയാണ് കൂട്ടിക്കടപ്പിക്കാം, മുഖ്യധാരയിലേക്ക് എങ്ങനെ അതിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞത് മുഖ്യധാരയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനേക്കാൾ പലപ്പോഴും മാഷ ആലോചിച്ചത് കീഴാളധാരയുമായിട്ട്, ഇവിടെയുള്ള മറ്റുള്ള കീഴാളധാരകളുമായിട്ട്, അവരുടെ പാട്ടുകളുമായിട്ട്, അവരുടെ സാഹിത്യവുമായിട്ട്, അവരുടെ വിജ്ഞാനീയങ്ങളുമായിട്ട് ഇതിനെങ്ങനെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട്
അല്ല എങ്ങനെയാണ് അതിൻ്റെ ഒരു അവസരം കിടക്കുന്നത്, ആഴത്തിൽ പടർന്നു കിടക്കുന്നത്, അതിനെ ശരിക്കും വിശകലനം ചെയ്തെടുക്കുകയായിരുന്നു പള്ളിക്ക്. അതുകൊണ്ട് തമിഴില്ലാതെ, കന്നഡ ഇല്ലാതെ, ബംഗാളി ഇല്ലാതെ, സിന്ധി ഇല്ലാതെ, മറ്റ് ഭാഷകളില്ലാതെ, അറബി ഇല്ലാതെ, ഉറുദു ഇല്ലാതെ ഇങ്ങനെ ഒരു ഭാഷയെ തീർച്ചയായിട്ടും നമുക്ക് വിലയിരുത്താൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് വെറും ഒരു സാധാരണ ചെറിയ കമ്മ്യൂണിറ്റിയുടെ സാഹിത്യമാവുക? ഇതെങ്ങനെയാണ് ഒരു സമുദായത്തിൻ്റെ ചരിത്രമാവുക? കുറച്ചാളുകൾ മാത്രം പെരുമാറുന്ന ചരിത്രത്തിനകത്ത് മാത്രം എങ്കിൽ സ്ഥാനം വന്നു എന്ന് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ആദ്യം ചോദിച്ചത് ബാലകൃഷ്ണൻ പള്ളിക്കാണ്. ഇവിടെ പ്രാമാണികരായിട്ടുള്ള ഒരുപാട് പഠിതാക്കൾ, അറബി മലയാള പഠിതാക്കൾ ഉണ്ടായിട്ടും അക്കാദമിക രംഗത്ത് അല്ലാതും ഉണ്ടായിട്ടും ആദ്യമായിട്ട് ചോദിച്ചാൽ അത് ഏറ്റവും ശബ്ദത്തോട് കൂടി ചോദിച്ചു. കരീം സാഹിബിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കരീം സാഹിബ് ആണ് അദ്ദേഹത്തിൻ്റെ എല്ലാം ഒരു അടിപ്പടകൾ, എല്ലാത്തരം ഈ തരത്തിൽ ചിന്തകൾക്ക് അടിപ്പട കൊടുക്കുന്നത് കരീം സാഹിബാണ്. കരീം സാഹിബ് തന്നെ പല മട്ടത്തിൽ സൂചിപ്പിച്ചു വെച്ച പല കാര്യങ്ങളെയും വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ, അല്ലെങ്കിൽ അത് ഇനിയെങ്കിലും നമുക്ക് എടുത്ത് പ്രകാശിപ്പിച്ചില്ലെങ്കിൽ അത് ഈ ചരിത്രത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും എന്ന് തോന്നിയിട്ട് ഈ സംഭവങ്ങളെ മുഴുവൻ ജനമധ്യത്തിലേക്ക്, ചിന്തയുടെയും ഭാവനയുടെയും മധ്യത്തിലേക്ക് മാഷ് എറിഞ്ഞു കൊടുത്തു. അവിടെ എല്ലാ തരത്തിലും സാഹിത്യത്തിൻ്റെ വകഭേദങ്ങൾ മുഴുവൻ ഏറെ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട്, സ്ത്രീ അടക്കമുള്ള സാഹിത്യങ്ങൾ, നവോത്ഥാനം, മറ്റു തരത്തിലുള്ള മിത്തുകൾ ആണ്. മിത്തുകളെ മറന്നുകൊണ്ടല്ല, അതാണ് വേറെ കാര്യം. അദ്ദേഹം മിത്തുകളെ മറന്നുകൊണ്ട് സൂപ്പർഫ്ലോസായിട്ട് ഉപരിപ്ലവമായിട്ട് ഒരു സാഹിത്യവും വരില്ല. അദ്ദേഹം മിത്തുകളെ പഠിച്ചുകൊണ്ടാണ്. യുദ്ധങ്ങളിനകത്ത മിത്തുകളെ കൃത്യമായിട്ട് എന്തൊക്കെയാണെന്ന് കേട്ടുപോരണം ഈ യുദ്ധങ്ങൾ. ആ യുദ്ധങ്ങൾ ശരിക്കും പഠിച്ചുകൊണ്ടാണ് ശരിക്കും വാസ്തവത്തിൽ തൻ്റേതായിട്ടുള്ള ഈ ഒരു ചരിത്രത്തെ അദ്ദേഹം കൊണ്ടുവരുന്നത്. അല്ല ബാഹ്യമായി നോക്കിക്കൊണ്ടോ ദൂരെ നിന്ന് നോക്കിക്കൊണ്ടല്ല, അതിനുവേണ്ടി അതിൻ്റെ അകത്ത് കയറി പഠിക്കും, എന്നിട്ട് അതിനുവേണ്ടി സമയം ചിലവഴിക്കും, അത് മറ്റുള്ളവർ ഡിസ്കസ് ചെയ്യും, സംശയമുള്ളത് അദ്ദേഹം അത് ദൂരീകരിക്കും. അങ്ങനെ പോകുന്ന ഒരു